നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എന്ത് റീജിയണൽ ആസ്പിരേഷൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു എന്താണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ശേഷം കുറെ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ ഓരോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ മൂവ്മെന്റ്സ് ഒക്കെ വന്നു, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലും പറഞ്ഞത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് എന്താണ് പുതിയ വെല്ലുവിളികൾക്ക് വേറെ പുതിയ വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നു. അതായത് എന്താണ് ഓരോ സംസ്ഥാനങ്ങളും അവർ ഇൻഡിപെൻഡൻസിക്ക് വേണ്ടിയിട്ട് അവർ പോരാടുകയും അങ്ങനെ ഓരോ മൂവ്മെന്റ്സ് ഒക്കെ അതിനൊക്കെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മളൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തോട് നമുക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ജില്ലയോടായാലും നമുക്ക് എന്തിനോട് നമുക്കൊരു പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ ഭാഷ, നമ്മുടെ കൾച്ചർ, അതിനോടൊക്കെ എന്തായിരിക്കും മറ്റ് സംസ്ഥാനങ്ങൾ നമുക്ക് പോയി നമ്മുടെയാണ് ബെറ്റർ എന്ന് നമുക്കൊരു ചിന്തയുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് പൊതുവെ അല്ല നമ്മുടെ കാര്യങ്ങളാണ് നല്ലതെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് എന്താണ് ഈ റീജിയണൽ ആസ്പിറേഷൻ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓരോ പ്രദേശത്തിന്റെയും അവരുടേതായ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പൊ നോർത്തിലൊക്കെ പോകുമ്പോ എന്താണ് ചില രാജ്യങ്ങൾക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഇതൊരു കൂടുതലായിരിക്കും. അവർക്ക് അവരെ ഭാഷയോടും അവരുടെ കൾച്ചറിനോടൊക്കെ കൂടുതലായിട്ടും ഒരു ചിന്താഗതി എന്താണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇത് വരുമ്പോ അവിടെ പ്രശ്നങ്ങള് ഒക്കെ വരും. അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് റീജിയൻ ആൻഡ് ദ നാഷൻ. ഇന്ത്യ ഈസ് എ സ്റ്റേറ്റ് ഓഫ് റീജിയണൽ ഡൈവേഴ്സിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്, കാസ്റ്റ്, റേസ് ആൻഡ് കൾച്ചർ. ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഭാഷയുടെയും അത് കൾച്ചറും കാസ്റ്റ്, റേസ് എന്നിവയുടെ ഇതില് അടിസ്ഥാനത്തിൽ വളരെ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. It was in 1980s that the regional aspiration for autonomy were more intensely expressed. It was during this period people organized several movements and agitation for attaining their regional aspiration. ഈ 1980s കാലഘട്ടത്തിലാണ് ഒരു ഓട്ടോണമി അല്ലെങ്കിൽ ഒരു പ്രാദേശിക സ്വയം ഭരണാധികാരം വേണമെന്ന് കൂടുതലായിട്ടും അവർ എക്സ്പ്രസ് ചെയ്തത് ഏത് കാലഘട്ടത്തിലാണ്? ഈ 1980s കാലഘട്ടത്തിലാണ് ഇവര് കൂടുതലായിട്ടും ഇങ്ങനെ ഒരു സ്വയം ഭരണം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. ഈ പീരീഡിൽ എന്താണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതലും മൂവ്മെന്റ്സും അതിന്റെ അജിറ്റേഷൻസ് ഒക്കെ ഈ പീരീഡില് അവര് ഓർഗനൈസ് ചെയ്തിരുന്നു. ഇന്ത്യൻ അപ്രോച്ച് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ അപ്രോച്ച് എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണലിസം ഗേവ് എംഫസൈസ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷണലിസത്തിന് ഉണ്ടായിരുന്നത്. It is sought to maintain a balance between the concept of unity and diversity. ഈ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ആര് ശ്രമിച്ചിരുന്നു? നമ്മുടെ ഇന്ത്യൻ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ അവര് ശ്രമിച്ചിരുന്നു. അക്കോർഡിംഗ് ടു ഇന്ത്യൻ അപ്രോച്ച് നാഷൻ ഡസ് നോട്ട് മീൻസ് നെഗോഷിയേഷൻ ഓഫ് റീജിയൻ. ഇന്ത്യൻ അപ്രോച്ചില് അതായത് നാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷിയേഷൻ ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ നെഗോഷിയേഷൻ നിഷേധിക്കുക, ഒരു പ്രദേശം നിഷേധിക്കുക എന്നല്ല അർത്ഥം എന്നാണ് നാഷൻ എന്നത് അവര് ഇന്ത്യൻ അപ്രോച്ചിൽ അവര് പറയുന്നത്. അതൊരു നിഷേധമല്ല എന്നാണ് ഇന്ത്യൻ അപ്രോച്ചിൽ പറയുന്നത്. ഇന്ത്യ അഡോപ്റ്റ് എ ഡെമോക്രാറ്റിക് അപ്രോച്ച് ടുവാർഡ്സ് ദ ഇഷ്യൂ ഓഫ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ അതായത് ഈ ഡൈവേഴ്സിറ്റി എന്ന പ്രശ്നത്തിനോട് എന്താണ് ജനാധിപത്യപരമായ ഒരു അപ്രോച്ചാണ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരുന്നത്. Moreover, democratic politics permit parties and groups to address the people on the basis of their regional identity, aspiration and specific regional problem. അതായത് ഇത് കൂടാതെ പറയുന്നത് ജനങ്ങളുടെ അതായത് ഈ എന്താ പറയാ ഈ റീജിയണൽ ഐഡന്റിറ്റി, ആസ്പിരേഷൻ, സ്പെസിഫിക് റീജിയണൽ പ്രോബ്ലംസ്, ഇതൊക്കെ എന്താണ് ഈ ഇതൊക്കെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തില് ഈ കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തില് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് അവർ പറഞ്ഞ പൊളിറ്റിക്സ് പാർട്ടീസിനെയും ഗ്രൂപ്പിനെയൊക്കെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് അവർക്ക് അനുവാദം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. റീജിയണൽ ഐഡന്റിറ്റിയുടെ ബേസിലും ആസ്പിരേഷന്റെ ബേസിലും സ്പെസിഫിക് റീജിയണൽ പ്രോബ്ലംസിന്റെ ബേസിലൊക്കെ ജനങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ്സിനോ പാർട്ടീസിനോ ഒക്കെ നമ്മുടെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് അനുവദിച്ചിരുന്നു എന്ന് പറയുന്നു. Democratic politics also means that regional issues must be given due to attention and consideration in the process of
പോളിസി ഫോർമുലേഷൻ. അതായത് നയരൂപീകരണ പ്രക്രിയയിൽ, അതായത് പോളിസി ഫോർമുലേഷൻ അത് ആ പ്രക്രിയയിലും അതാണ് ഈ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധയും പരിഗണനയും ലഭിക്കണമെന്നും ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് അതില് അവര് എന്താ പറയാ അർത്ഥമാക്കാണ് ചെയ്തത്. അതായത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് പറയുന്നത് എന്താണ്, പോളിസി ഫോർമുലേഷനിൽ എന്തിനൊക്കെ അറ്റൻഷൻ കൊടുക്കണമെന്ന്, ഈ റീജിയണൽ ഇഷ്യൂസിന് അറ്റൻഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് എന്ത് ഇന്ത്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഏരിയാസ് ഓഫ് ടെൻഷൻ. ഈ ഏരിയാസ് ഓഫ് ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, സംഘർഷത്തിന്റെ മേഖലകളാണല്ലേ. നമുക്കിപ്പോ അറിയാം ചില സ്ഥലങ്ങൾക്ക് ഇപ്പൊ നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ ഒരു പേടി ഉണ്ടായിരിക്കും. ഇപ്പൊ കാശ്മീർ നമുക്ക് കേൾക്കുമ്പോ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം എന്നൊക്കെ അറിയാം, ബട്ട് എന്നിരുന്നാൽ പോലും എന്താണ് നമുക്കതൊരു പേടിയാണല്ലോ. അവിടെ എന്താണ് കൂടുതലും യുദ്ധം, അങ്ങനെ ഒരു തീവ്രവാദി, അങ്ങനെ ഒരു നമുക്കൊരു ആ മൈൻഡ് നമുക്ക് ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഏതെല്ലാം മേഖലകളാണ് സംഘർഷത്തിന്റെ ഏരിയകൾ എന്ന് നമുക്ക് നോക്കാം. Soon after independence, the issue of Jammu and Kashmir came up. ഇൻഡിപെൻഡൻസിന് ശേഷം എന്താണ് ജമ്മു കാശ്മീരുള്ള പ്രോബ്ലം അത് വന്നു, came up വന്നു, ആ പ്രശ്നം ഇഷ്യൂ വന്നു. It was not merely a conflict between India and Pakistan. ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു കലഹം മാത്രമായിരുന്നില്ല അത്. സിമിലർലി there were separatist movement in some region of north east India. അത് വടക്ക് കിഴക്കൻ മേഖലകളിലും അല്ലെങ്കിൽ ആ നോർത്ത് ഈസ്റ്റ് മേഖലകളിലും എന്താണ് ഇങ്ങനെ ഒരു സംഘർഷ മേഖലകളായിട്ട് മാറിയിരുന്നു. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും ഇതൊരു സംഘർഷ മേഖലകളായിട്ട് മാറി. They wanted to from separate states seceding from the Indian Union. അതായത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണമെന്ന്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്നും ആരാവശ്യപ്പെട്ടു, ഈ മേഖലയിലുള്ള ഈ സംസ്ഥാനങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. There were strong movement first in Nagaland and then in Mizoram demanding separation from India. ഇന്ത്യയിൽ നിന്ന് സെപ്പറേഷൻ വേണമെന്ന് ആരാണ് ഫസ്റ്റ് ആ മൂവ്മെന്റ് തുടങ്ങിയത്? നാഗാലാൻഡ് ആണ് തുടങ്ങിയത്. പിന്നീട് മിസോറാമിലും അത് സ്റ്റാർട്ട് ചെയ്തു. Popular agitation emerged in different parts of the country demanding formation of linguistic state. അതായത് ലിംഗ്വിസ്റ്റിക് ഭാഷാടിസ്ഥാനത്തിലും ഇത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. It created new areas of tension. Andhra Pradesh, Karnataka, Maharashtra and Gujarat are the states which were greatly affected by the agitation. അതായത് പുതിയ സംഘർഷത്തിന്റെ പുതിയതായിട്ടുള്ള സംഘർഷത്തിന്റെ മേഖലകൾ ഉണ്ടായി. അവിടെ ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെയാണ് കൂടുതലായിട്ടും ഇതിനെ എഫക്ട് ചെയ്തത്. ഈ പ്രദേശം ഇങ്ങനെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് വന്നപ്പോ കൂടുതലായിട്ടും അതിന് എഫക്ട് ചെയ്തത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സ്റ്റേറ്റുകളൊക്കെയാണ് കൂടുതലായിട്ടും ഇതിനെ എഫക്ട് ചെയ്തത്. There were several agitation in India supporting and opposing the move to make Hindi as the official language. ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് കുറെ അജിറ്റേഷൻസ് ഒക്കെ നടന്നു. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പോസ് ചെയ്തിട്ടും എന്താണ് അതിന് പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. ഇതിനെ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് അതിനെ സപ്പോർട്ടും ചെയ്തു, ഓപ്പോസും ചെയ്തിട്ട് മൂവ്മെന്റ്സ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടായി. ഇറ്റ് വാസ് ഇൻ നോർത്ത് ഇന്ത്യ ദാറ്റ് അജിറ്റേഷൻ വേർ ഓർഗനൈസ്ഡ് സപ്പോർട്ടിങ് ഹിന്ദി. അതായത് നോർത്ത് ഇന്ത്യ എന്താണ് ഹിന്ദി അതിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണം എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത്. ദ ഡിമാൻഡഡ് ദാറ്റ് ഹിന്ദി ഷുഡ് ബി മെയ്ഡ് ഇൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് തന്നെ ഹിന്ദിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് നോർത്ത് ഇന്ത്യ ഡിമാൻഡ് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ബട്ട് പക്ഷെ എന്താണ് ഇൻ southern states especially in Tamil Nadu strong agitation were made opposing the move to make Hindi as the official language. പക്ഷെ സദേൺ സ്റ്റേറ്റ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ എന്താണ് ഇതിനെ അവര് ഓപ്പോസ് ചെയ്യുകയാണ്, ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെ അവരെന്താണ് ഓപ്പോസ് ചെയ്യാനുണ്ടായത്. നമുക്കറിയാം തമിഴ്നാട്ടിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ എങ്ങനെ നമ്മൾ ഫസ്റ്റ് ബോർഡ് ഇംഗ്ലീഷിൽ എഴുതും, പിന്നെ എന്നിട്ട് നമ്മൾ മലയാളത്തിൽ എഴുതുള്ളൂ, അത് കഴിഞ്ഞിട്ടാണ് അത്. പക്ഷെ നമുക്ക് തമിഴ്നാട്ടിൽ അറിയാം അവർക്ക് അവരുടെ ഭാഷയോടും അവരുടെ കൾച്ചറിനോടൊക്കെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആയിരിക്കും. അവർ തമിഴ് എഴുതിയിട്ടായിരിക്കും ബാക്കി അതർ ലാംഗ്വേജസ് ഒക്കെ എഴുതാ. അപ്പൊ അത് അവർക്ക് എന്താണ് ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ തമിഴ്നാടാണ് കൂടുതലായിട്ടും അതിനെ എതിർത്തത്.
By the end of the 1950, the Punjabi-speaking people started an agitation for the formation of separate state for themselves. ഇപ്പൊ പഞ്ചാബി സംസാരിക്കുന്ന ആൾക്കാർ എന്ത് 1950s ആയപ്പോ അതിന്റെ അവസാനമായപ്പോഴേക്കും അവരും ഒരു അജിറ്റേഷൻ കൊണ്ടുവന്നത് അവർക്ക് സെപ്പറേറ്റ് സ്റ്റേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് അവരും ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. 1966 ആയപ്പോഴേക്കും their demand was accepted and the state of Punjab and Haryana were created. 1966 ആയപ്പോഴേക്കും അവരെ ഡിമാൻഡ് അവരെ അക്സെപ്റ്റ് ചെയ്യുകയും പഞ്ചാബും ഹരിയാനയും അന്ന് സ്റ്റേറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. Later, the states of Chhattisgarh, Jharkhand and Uttarakhand were created. പിന്നീട് ഏത് ഛത്തീസ്ഗഡും ജാർഖണ്ഡും ഉത്തരാഞ്ചലും ഒക്കെ എന്ത് അവര് സ്റ്റേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതാണ് ഏരിയാസ് ഓഫ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇതിൽ പറയുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങൾ അവരിൽ എങ്ങനെ ഉയർന്നു ക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ്. ജമ്മു ആൻഡ് കാശ്മീർ. Kashmir problem is one of the controversial and burning issue not only in Indian politics but also in international sphere. അതായത് ഈ കാശ്മീർ ഇഷ്യൂ ഈ കാശ്മീർ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ് അന്തർദേശീയ അതായത് ഇന്റർനാഷണൽ ആയിട്ടും ഇന്ത്യൻ പൊളിറ്റിക്സിലും വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ ബേണിംഗ് എന്ന് പറഞ്ഞാൽ കത്തി അങ്ങനെ പറയില്ല കത്തി അങ്ങനത്തെ ഒരു പോരാട്ടങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു പ്രശ്നമാണ് ഏത് ഈ കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത്. കാശ്മീർ ഇഷ്യൂ ഓൾവേസ് seen as a major issue between India and Pakistan. Kashmir problem is one of the controversial and burning issue not only in Indian politics but also in international sphere. അതായത് ഈ കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ആയിട്ട് അത് അന്തർദേശീയ തലത്തിലും നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്സിലൊക്കെ വളരെയധികം ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പോരാട്ടം അതായത് ഒരുപാട് കോലാഹലങ്ങൾ എന്നൊക്കെ പറയില്ലേ പോരാട്ടങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു ഇതാണ് ഈ കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ കാശ്മീർ ഇഷ്യൂ ഈസ് ഓൾവേസ് സീൻ ആസ് എ മേജർ ഇഷ്യൂ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യൻ പാകിസ്ഥാനിലെ അതൊരു മേജർ ഇഷ്യൂ തന്നെയായിരുന്നു ഏത് ഈ കാശ്മീർ ഇന്ത്യയിലും പാകിസ്ഥാനും സംഭവിച്ചതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു മേജർ ഒരു ഇഷ്യൂ ആയിരുന്നു ഈ കാശ്മീർ ഇഷ്യൂ എന്ന് പറഞ്ഞ. The state of Jammu and Kashmir comprise 3 social and political region. ഈ ജമ്മു കാശ്മീരിനെ സോഷ്യൽ ആയിട്ട് പൊളിറ്റിക്കൽ ബേസിസില് 3 റീജിയൻ ആയിട്ട് അതിന് തരംതിരിച്ചിട്ടുണ്ട്. ഏത് ജമ്മു, കാശ്മീർ ആൻഡ് ലഡാക്ക്. ഈ അവിടുത്തെ ജമ്മു കാശ്മീരിലെ ഈ പൊളിറ്റിക്കലും സോഷ്യലും മേഖലകളൊക്കെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതാണ് ജമ്മു, കാശ്മീർ ആൻഡ് ലഡാക്ക്. ഫസ്റ്റ് ആണ് എന്ത് ജമ്മു. നമുക്ക് കാണുമ്പോ തന്നെ അറിയാലോ നല്ല ഭംഗി. Jammu is the region of several small hills and plains. Hindu, Muslim, Sikh and people speaking different languages resides in here. ജമ്മു എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണ് ഹിൽസും പ്ലെയിൻസും അതായത് കുന്നുകളും സമതലങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ് ഏത് ജമ്മു പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ഹിന്ദുവും മുസ്ലിംസും സിഖും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാരും മറ്റു ഭാഷകളും പീപ്പിൾ സ്പീക്കിംഗ് ഡിഫറെന്റ് മറ്റു ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരും അവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെയാണ് സിഖും മുസ്ലിംസ് ഹിന്ദുസ് ഒക്കെ അവിടെ താമസിച്ചിരുന്നു. ഇനി കാശ്മീർ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലെ. അതുപോലെ തന്നെ അവര് പറയുന്നതാണ് എന്ത് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Kashmir is the most beautiful place in India. Kashmir Valley is the heart of it. People in this region speak Kashmiri language. Most of the people are Muslim. There is also Hindu minority speaking Kashmiri. കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കാശ്മീർ എന്ന് പറയുന്നത്. ഈ കാശ്മീർ വാലി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഹൃദയഭാഗമാണ്. കാശ്മീർ വാലി എന്ന് പറയുന്നത് കാശ്മീരിന്റെ ഒരു ഹൃദയഭാഗമാണെന്നാണ് പറയുന്നത്. അവിടെ കാശ്മീരി ആയിരുന്നു അവിടെ ലാംഗ്വേജ്. അവിടെ കൂടുതലും മുസ്ലിംസ് ആണ്. അതുപോലെ തന്നെ ഹിന്ദു മൈനോറിറ്റിയും അവിടെ ഉണ്ട്. അവരും ഏത് ലാംഗ്വേജ് ആണ് സംസാരിച്ചിരുന്നത് കാശ്മീരി ലാംഗ്വേജ് ആണ് അവര് സംസാരിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ലഡാക്ക്. ഇത് കാണുമ്പോ തന്നെ അറിയാം കുന്നുകളാണ് അല്ലെ കൂടുതലും. അപ്പൊ അതുപോലെ തന്നെ ലഡാക്ക് എന്ന് പറഞ്ഞ പ്ലേസ് എങ്ങനെയാണ് with the very little population, Buddhists and Muslims reside in this region. ലഡാക്ക് എന്ന് പറയുന്നത് ഹില്ലി റീജിയൻ ആണ്. അത് കുന്നുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ ചെറിയ രീതിയിലുള്ള പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ. ബുദ്ധിസ്റ്റും മുസ്ലിംസും ആണ് അവിടെ താമസിച്ചിരുന്നത്.
Kashmir issue is not a mere dispute between India and Pakistan. This issue has many internal and external dimension. ഈ കാശ്മീര് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു തർക്കം മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ അതൊരു ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഡയമെൻഷനും കൂടി ആയിരുന്നു എന്ത് ഈ കാശ്മീർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഇൻവോൾവ്സ് ദ issue of Kashmiri identity known as Kashmiriyat and the aspiration of the people of Jammu and Kashmir for political autonomy. അതായത് ഇവരെ ഇഷ്യൂ എന്നത് കാശ്മീരിയത്ത് എന്ന് പറഞ്ഞ ഒരു അവരെ ഐഡന്റിറ്റീനെ പറയുന്ന ഒരു ഇതാണ് എന്ത് കാശ്മീരിയത്ത് എന്ന് പറഞ്ഞ അത് ആ അത് അതിന്റെ പ്രശ്നവും ആ ഒരു ഐഡന്റിറ്റിന്റെ അതിന്റെ ആ ഒരു പ്രശ്നവും കാശ്മീരിയത്ത് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി അതിന്റെ പ്രശ്നവും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ ഒരു പൊളിറ്റിക്കൽ ഓട്ടോണമി അവർക്കൊരു സ്വയംഭരണം വേണമെന്നുള്ള ഒരു ഇതായിരുന്നു ഏത് ഈ കാശ്മീർ ജനതയുടെ ഒരു മോഹം അല്ലെങ്കിൽ ഒരു ആസ്പിരേഷൻ എന്ന് പറയുന്നത് എന്താണ് അവരെ ഈ ഇഷ്യൂ ഈ കാശ്മീരിയത്തിൽ നിന്ന ഐഡന്റിറ്റി ഒരു ഇഷ്യൂവും പിന്നെ അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഒരു ഓട്ടോണമി വേണമെന്നായിരുന്നു അവരുടെ ഒരു ആസ്പിരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ്പിരേഷൻ നമ്മൾ അഭിലാഷം എന്നൊക്കെ പറയില്ലേ അതാണ്. അപ്പൊ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏതാണ് അവരൊരു പൊളിറ്റിക്കൽ ഓട്ടോണമി ആയിരുന്നു. ഇവിടെ വരെ മനസ്സിലായില്ലേ ക്ലിയർ ആയില്ലേ? റൂട്ട് ഓഫ് ദ കാശ്മീർ പ്രോബ്ലം നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമാണ് കാശ്മീരിന്റെ അതിന്റെ ഒരു മാപ്പ്. ബിഫോർ 1947 ജമ്മു കാശ്മീർ വാസ് എ പ്രിൻസിലി സ്റ്റേറ്റ്. 1947 ശേഷം ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് റൂൾഡ് ബൈ ദ ഹരി സിംഗ് എ ഹിന്ദു റൂളർ. ഹരി സിംഗ് ആണ് ആ റൂളറിന്റെ പിക്ചറാണ് സൈഡിൽ കൊടുത്തേക്കണത്. അദ്ദേഹമായിരുന്നു കാശ്മീർ ഭരിച്ചിരുന്നത്. ദേ ട്രൈ ടു ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂൾ അവസാനിച്ച ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് കാശ്മീരിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ആക്കാനാണ് ആര് ശ്രമിച്ചത് ഈ ഹരി സിംഗ് ശ്രമിച്ചത്. The Pakistan leader argued that since majority of Kashmiri people were Muslims, the Kashmir region naturally belonged to Pakistan. അതായത് പാകിസ്ഥാൻ ലീഡർ ആർഗ്യൂ ചെയ്തതാണ് കാശ്മീരിൽ നമ്മൾ പറഞ്ഞല്ലോ മുസ്ലിംസ് ആണ് കൂടുതലുമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാശ്മീർ റീജിയനെ ആർക്ക് ഇതാക്കണം പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്ന് അല്ലെങ്കിൽ അതിലൊരു അവകാശവാദം ആരുന്നയിച്ചു പാകിസ്ഥാനി ലീഡർ ഉന്നയിച്ചു അല്ലെങ്കിൽ അവരൊരു മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. they put a claim on Jammu Kashmir. അവര് അതിന് മേലൊരു അവകാശവാദം ഉന്നയിക്കുകയാണ് ഉണ്ടായത്. The National Conference as a secular organization formed under the leadership of Sheikh Abdullah was leading a popular movement in Jammu Kashmir to ousted the king from the power. അതായത് ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ കോൺഫറൻസ് രൂപം കൊണ്ടൊന്നാണ് ഇത് ഈ നാഷണൽ കോൺഫറൻസ് എന്ന സംഘടന. അത് പുറകെ എന്താണ് ഈ സംഘടന എന്താ ചെയ്തു ഈ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. അപ്പൊ ഷെയ്ഖ് അബ്ദുള്ള രാജാവിന്റെ പവർ അല്ലെങ്കിൽ രാജാവിന്റെ അവിടെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാനായിട്ട് ആര് ശ്രമിച്ചത് ഷെയ്ഖ് അബ്ദുള്ള ശ്രമിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു രാജാവിനെ പുറന്തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ വരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇറ്റ്സ് അൾട്ടിമേറ്റ് എയിം വാസ് ഇൻഡിപെൻഡൻസ് ഓഫ് കാശ്മീർ. ഇതിന്റെ അൾട്ടിമേറ്റ് എയിം അതായത് ഷെയ്ഖ് അബ്ദുള്ളയുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ് ഇൻഡിപെൻഡൻസ് ഓഫ് കാശ്മീർ ആയിരുന്നു. ഷെയ്ഖ് അബ്ദുള്ള വാസ് അഗെയിൻസ്റ്റ് മെർജിങ് കാശ്മീർ വിത്ത് പാകിസ്ഥാൻ. പക്ഷെ അദ്ദേഹം എന്താണ് പാകിസ്ഥാനിലോട് മെർജ് ചെയ്ത് കാശ്മീരിനെ പാകിസ്ഥാനോട് കൂടി ചേർക്കേണ്ട അദ്ദേഹം എതിർത്തിരുന്നു. The National Conference had a long association with the Congress and its leaders. Sheikh Abdullah had personal friendship with several prominent national leaders including Nehru. അദ്ദേഹം അതായത് കോൺഗ്രസുമായിട്ട് എന്താണ് ഈ ഷെയ്ഖ് അബ്ദുള്ള നല്ല ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് നാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ കൂടുതൽ കാലം കോൺഗ്രസുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് ഷെയ്ഖ് അബ്ദുള്ള നമ്മുടെ നാഷണൽ ലീഡേഴ്സുമായിട്ട് ഒരു പേഴ്സണൽ ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അതില് നെഹ്റുവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാകിസ്ഥാനോട് ചേർക്കാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കാശ്മീരിനെ.
In October 1947, Pakistan tried to capture Jammu Kashmir by sending tribal infiltrator. അതായത് 1947 എന്ത് ചെയ്തു പാകിസ്ഥാന് അവരെ ജമ്മു കാശ്മീരിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈബൽസിനെ അങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ദിസ് ഫോഴ്സ് ദ മഹാരാജ ടു ആസ്ക് ഫോർ ഇന്ത്യൻ മിലിറ്ററി ഹെൽപ്പ്. അപ്പൊ മഹാരാജാവ് എന്ത് ചെയ്തു? ഇന്ത്യൻ മിലിറ്ററിയുടെ ഹെൽപ്പ് ആവശ്യപ്പെട്ടു. He agreed to merge Kashmir with the India and the signed the instrument of accession. അതായത് അപ്പോ ഇവര് കാശ്മീരിനെ ഇന്ത്യയോട് മെർജ് ചെയ്യാനായിട്ട് അഗ്രി ചെയ്യുകയും ഒരു ലയനക്കരാർ അല്ലെങ്കിൽ അവരിലെ ഒരു ലയനക്കരാറിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. ഫോളോയിങ് ദിസ് the Indian army entered Kashmir and drove back the infiltrator from there. ഇന്ത്യൻ ആർമി കാശ്മീരിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്നും ഈ ഇൻഫിൽട്രേറ്ററിനെ, അതായത് ഈ ട്രൈബൽ ഇൻഫിൽട്രേറ്ററിനെ തുരത്തുകയും ചെയ്തു. Before liberating Kashmir completely, India was forced to declare cessfire due to the intervention of the UN. So a portion of Kashmir still remain under the control of Pakistan. പക്ഷെ എന്താണ്, പൂർണ്ണമായിട്ടും കാശ്മീരിനെ ലിബറേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ UN എന്ത് ചെയ്തു? ഇന്ത്യയോട് എന്താവശ്യപ്പെട്ടു? വെടിനിർത്താനായിട്ട് ആവശ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ കാശ്മീരിന്റെ ഒരു പോർഷൻ ആരെ കൺട്രോളിലായി? പാകിസ്ഥാന്റെ കൺട്രോളിലാവുകയാണ് ചെയ്തത്. In March 1948, Sheikh Abdullah became the Prime Minister of Jammu Kashmir. 1948 ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ അഗ്രീഡ് ടു റിറ്റെയിൻ ഇറ്റ്സ് ഓട്ടോണമി ഇൻ സർട്ടൻ മേറ്റേഴ്സ്. ഇന്ത്യ എന്ത് ചെയ്തു? ജമ്മു കാശ്മീരിലെ സ്വയംഭരണം നിലനിർത്താനായിട്ട് ഇന്ത്യ സമ്മതിക്കുകയും ചെയ്തു. അവർക്കൊരു ഓട്ടോണമി ഇന്ത്യ കൊടുത്തു. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം ഇന്ത്യ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇതാണ് കാശ്മീരിന്റെ റൂട്ട് ഓഫ് ദ കാശ്മീർ പ്രോബ്ലം. ഇത്രയും കാര്യങ്ങളാണ് അതില് പറയുന്നത്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡിസ്പ്യൂട്ട്സ്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ട് ഉണ്ടായത്? ആഫ്റ്റർ ദിസ് ഇൻസിഡന്റ് ജമ്മു കാശ്മീർ പൊളിറ്റിക്സ് റിമൈൻഡ് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് കോൺഫ്ലിക്ട് റിഡൻ. അതായത് ഈ പ്രശ്നങ്ങൾക്ക്, ജമ്മു കാശ്മീരിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം എന്താണ്, അവിടെ പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രീയപരമായിട്ടും വളരെയധികം എന്താണ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടും വിവാദപരമായിട്ടൊക്കെ കോൺഫ്ലിക്റ്റ് നടന്നു. അവിടെ വളരെയധികം കോൺഫ്ലിക്റ്റ് ആണ് നടന്നത് ഈ ജമ്മു കാശ്മീരിന്റെ പ്രശ്നത്തിന് ശേഷം. There were external and internal reason for this conflict. അതായത് ഇത് ഈ കാരണങ്ങളൊക്കെ എന്താണ്, ഇന്റേണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിന് വഴിതിരിക്കാനുണ്ടായത്. ജമ്മു കാശ്മീരിന്റെ പ്രശ്നം ആണ് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിന് കാരണമായത്. The claim put forward by Pakistan on Kashmir became the causes of external conflict. ഈ പാകിസ്ഥാന്റെ ഒരു കടന്നുകാരൻ, നമ്മൾ പറഞ്ഞില്ലേ, പാകിസ്ഥാൻ കാശ്മീർ വേണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. ഇതാണ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിന് കാരണമായതെന്ന് പറയുന്നത്. കാശ്മീരിന് മേലുള്ള പാകിസ്ഥാന്റെ ഒരു അവകാശവാദമാണ്, അല്ലെങ്കിൽ അവരൊരു ഉന്നയിച്ചാൽ അവർക്ക് വേണമെന്ന്. അതാണ് എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റിന് കാരണമായത്. പാകിസ്ഥാൻ കണ്ടിന്യൂഡ് ഇറ്റ്സ് ക്ലെയിം ഓൺ കാശ്മീർ. അവർ വീണ്ടും എന്താണ്, കാശ്മീർ വേണമെന്ന് ഉന്നയിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാന് കാശ്മീർ വേണമെന്ന് വീണ്ടും അവർ ഉന്നയിച്ചു. In 1947 they made an attempt to conquer Kashmir through the infiltrator for armed tribals. അതായത് വീണ്ടും 1947 വീണ്ടും അവർ കാശ്മീർ പിടിച്ചെടുക്കാനായിട്ട്, കോൺകർ ചെയ്യാനായിട്ട് അവർ വീണ്ടും ഈ ആർമഡ് ട്രൈബൽസിനെ അവർക്ക് ഈ കാശ്മീരിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് 1/3 of Kashmir came under the control of Pakistan. അങ്ങനെ 1/3 പാർട്ട്, ഒരു ഭാഗം കാശ്മീരിന് ആരുടെ കൺട്രോളിലായി? പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ ആവുകയും ചെയ്തു. പാകിസ്ഥാൻ കോൾസ് ദിസ് റീജിയൻ ആസ് ആസാദ് കാശ്മീർ. ഈ നമ്മൾ കോൺകർ ചെയ്തെടുത്തല്ലോ, ആ ഭാഗത്തിനെ പറയുന്നതാണ് ആസാദ് കാശ്മീർ എന്നാണ് പാകിസ്ഥാൻ വിളിച്ചിരുന്നത്. ഇന്ത്യൻ എംപ്ലോയ്ഡ് ഓൾ മീൻസ് ഫോർ ഡിഫെൻഡിങ് ദ സ്ട്രാറ്റജീസ് ഓഫ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാൻ ഈ ഭാഗം കൈയടക്കിന്ന് പറയാം. ആ ഭാഗം എന്താണ്, ഇന്ത്യ ഒരു നിയമവിരുദ്ധമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് അവര് പറഞ്ഞത്. Thus even after 1947 Kashmir has remained a major issue of conflict between India and Pakistan. 1947
1948 ശേഷം ഇന്ത്യ പാക് പോരാട്ടത്തിന് മുഖ്യ പ്രശ്നമായി മാറുകയാണ് ഉണ്ടായത്. ഈ കാശ്മീർ പിടിച്ചെടുത്തത് അതിന്റെ ഒരു ചെറിയൊരു അത് 1/3% ഭാഗം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ. ആ ഒരു ഇതാണ് എന്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് ഉണ്ടായ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഇതിന് കാരണമായത് എന്താണ്? പാകിസ്ഥാൻ കാശ്മീരിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചതാണെന്ന് പറഞ്ഞു. ഇനി ഇന്റേണൽ ഡിസ്പ്യൂട്ടിനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയിരുന്നു. അതാണ് എന്ത് ഇന്റേണൽ ഡിസ്പ്യൂട്ടിന് കാരണമായത്. അതായത് കാശ്മീർ വാസ് ഗീവൺ സ്പെഷ്യൽ സ്റ്റാറ്റസ് ബൈ ആർട്ടിക്കിൾ 370 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 370 ആർട്ടിക്കിൾ പ്രകാരം ഒരു പ്രത്യേക ഒരു സ്റ്റാറ്റസ് ആർക്ക് കൊടുത്തിരുന്നു? ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു പ്രത്യേക പദവി ആർക്ക് കൊടുത്തു? കാശ്മീരിന് കൊടുത്തു. ദിസ് ആർട്ടിക്കിൾ ഗീവ്സ് കാശ്മീർ മോർ പവർ ഓഫ് ദ ഓട്ടോണമി ദാൻ അതർ സ്റ്റേറ്റ്. മറ്റു സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരു പവർ ആർക്ക് ഉണ്ടായിരുന്നു? ഈ ആർട്ടിക്കിൾ പ്രകാരം കാശ്മീരിന് ഉണ്ടായിരുന്നു. പീപ്പിൾ ഔട്ട്സൈഡ് ദ കാശ്മീർ ഹു ബിലീവ്ഡ് ദാറ്റ് ദ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഗിവൺ ബൈ ദ ആർട്ടിക്കിൾ 370 ടു ജമ്മു കാശ്മീർ ഹാസ് ക്രിയേറ്റഡ് an inequality among the states. അതായത് മറ്റ് സ്റ്റേറ്റുകൾ അപ്പൊ വിശ്വസിച്ചു എന്താണ് ഈ പ്രകാരം ഇവർക്കൊരു ഒരു പ്രത്യേക സ്പെഷ്യൽ പദവി കൊടുത്തുല്ലോ. അത് അവിടെ ഒരു ഇൻഇക്വാലിറ്റി ആയിട്ടാണ് ഇത് മറ്റ് സ്റ്റേറ്റുകള് ആക്കിയത്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ക്ലാസ്സിൽ ഇപ്പൊ രണ്ടാളടുത്ത് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് ടീച്ചർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അടുത്തിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തില്ല, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് അവിടെ തന്നെ നമ്മൾ ചിന്തിക്കൂല, എന്താ ടീച്ചർ അങ്ങനെ ചെയ്തത്, അവിടെ ഒരു നമുക്കൊരു ഒരു വ്യത്യാസം നമുക്ക് തോന്നാം. അതുപോലെ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങൾക്കും തോന്നിയത്. എന്ത് കാശ്മീരിന് പ്രത്യേക ഒരു പദവി കൊടുത്തു, അപ്പൊ അവർക്കും ഒരു പദവി കൊടുത്തില്ല. അപ്പൊ അവിടെ ഒരു ഇൻഇക്വാലിറ്റി, അതൊരു എന്താണ് ഒരു അസമത്വം ഉണ്ടാക്കിയെന്ന് മറ്റു ആൾക്കാര് മറ്റു സംസ്ഥാനങ്ങള് വിശ്വസിച്ചു. People inside Kashmir believed that autonomy given by Article 370 is not sufficient. പക്ഷേ കാശ്മീരിന്റെ ഉള്ളിലുള്ള ആൾക്കാർ ഈ 370 ആർട്ടിക്കിൾ പ്രകാരം ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുത്തെങ്കിലും അതൊരു ഇൻസഫിഷ്യന്റ് ആയിട്ടായിരുന്നു അവർക്ക് അത് തോന്നിയത്. അവർ അതിൽ തൃപ്തിപ്പെട്ടിരുന്നില്ല, അവർക്ക് അതൊരു ഇൻസഫിഷ്യന്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ഇങ്ങനെ ഇത് വന്നപ്പോ അവർക്ക് ഈ ആർട്ടിക്കിൾ പ്രകാരം എന്താണ് അവർക്ക് അതൊരു ഇൻസഫിഷ്യന്റ് ആയിട്ട് തോന്നിയല്ലോ. അപ്പൊ അങ്ങനെ കാശ്മീരിൽ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചപ്പോ ഒരു 3 പ്രധാന പരാതികൾ ഉന്നയിക്കുകയും ചെയ്തു. ഈ 3 പ്രധാന പരാതികൾ ഏതാന്ന് നമുക്ക് നോക്കാം. Firstly, they demanded that accession of Kashmir to Indian Union should be referred to the people. In another words, they demanded a plebiscite. അതായത് ഇന്ത്യ നമ്മൾ പറഞ്ഞു എന്ത് പാകിസ്ഥാൻ ഗോത്രവർഗക്കാരെ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ആക്രമണത്തെ തുടർന്ന് എന്താണ് ആകെ താറുമാറായി കിടന്നിരുന്ന കാശ്മീര് അതിന്റെ സ്ഥിതി സാധാരണഗതിയിലാകുമ്പോ ഇന്ത്യയിലേക്ക് സംസ്ഥാനത്ത്, അതായത് നമ്മൾ ഇന്ത്യയിൽ ചേരാന്ന് പറഞ്ഞല്ലോ, അവർ സമ്മതിച്ചുല്ലോ. അപ്പൊ ആ പ്രവേശനത്തെ പറ്റി ജനങ്ങളോട് അവരുടെ അഭിപ്രായം ചോദിക്കുമെന്നൊക്കെ ഇന്ത്യ വാഗ്ദാനം നൽകിയിരുന്നു. അപ്പോ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇന്ത്യൻ ആർമിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് അവര് എന്ത് ചെയ്തത്, മറ്റേ അവരെ ഗോത്രവർഗക്കാർ അല്ലെങ്കിൽ ട്രൈബൽസിനെ അവര് തുരുത്തിയത്. അപ്പോ അവര് ആ സഹായം നേടി ഇതാക്കിയപ്പോ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ചേരാൻ അവർ സമ്മതിച്ചു. അങ്ങനെ വന്നപ്പോ പിന്നീട് സമ്മതിക്കുമ്പോ അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായമൊക്കെ ചോദിക്കുമെന്ന് അവര് പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇതെന്താണ് ഈ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല, അവരോട് ആ ഒരു ഇത് ചോദിച്ചില്ല എന്നാണ് അവിടെ ആദ്യത്തെ പരാതിയായിട്ട് പറയുന്നത്. സെക്കൻഡ്, there is a feeling that the special federal status guaranteed by the Article 370 in order to in practice, so they demanded the restoration of autonomy in greater state ഓട്ടോണമി. അതായത് 370 ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു, ആ വകുപ്പ് പ്രകാരം ഉറപ്പ് നൽകിയ ഒരു ഫെഡറൽ പദവി അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റാറ്റസ് അത് നടപ്പിലാക്കിയിട്ടില്ലെന്ന് അവര് വിശ്വസിച്ചു. അതുപോലെ തന്നെ അതിനാൽ തന്നെ അവർക്ക് ഒരു സംസ്ഥാനത്തിന്റെ സ്വയംഭരണാധികാരം പുനഃസ്ഥാപിക്കണമെന്നും അവര് അവകാശപ്പെട്ടു. ഈ 370 ആർട്ടിക്കിൾ പ്രകാരം അവർക്ക് നൽകിയിട്ടുള്ള ഫെഡറൽ സ്റ്റാറ്റസ് എന്ത് ചെയ്തു, അത് അവിടെ നടപ്പിലാക്കിയിട്ടില്ലെന്നും അവർക്കൊരു അവരെ സ്വയംഭരണം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു. Thirdly, they also pointed out that democracy was not institutionalized in Jammu Kashmir as in other parts of India. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം ജമ്മു കാശ്മീരിൽ അതുപോലെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലെന്നും അവര്
ആ പരാതിപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ 3 പരാതികളാണ് ആര് ഈ കാശ്മീരിലുള്ള ആൾക്കാര് ഉന്നയിച്ചത്. മനസ്സിലായില്ലേ? പൊളിറ്റിക്സ് സിൻസ് 1948. 1948 ശേഷമുള്ള അല്ലെങ്കിൽ ഉള്ള മുതൽക്കുള്ള പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം. After assuming the office of Prime Minister, Sheikh Abdullah initiated several programs including land reform. ഷെയ്ഖ് അബ്ദുള്ള പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ എന്താണ് അവിടെ ലാൻഡ് റിഫോം പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നു. ഈ ലാൻഡ് റിഫോം പ്രോഗ്രാംസ് ഒക്കെ ജനങ്ങൾക്ക് വളരെയധികം എന്താണ് ഉപകാരപ്രദമായിരുന്നു എന്നാണ് പറയുന്നത്. His attitude towards the special status of Kashmir became the causes of an encounter with the central government. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രത്യേക പദവി, കാശ്മീരിനോടുള്ള ഒരു പ്രത്യേക പദവി ആ ഒരു ആറ്റിറ്റ്യൂഡ് ആർക്ക് ഇതായില്ല, സെൻട്രൽ ഗവൺമെന്റിന് അവര് ആ നിലപാട് സെൻട്രൽ ഗവൺമെന്റ് താല്പര്യപ്പെട്ടില്ല. അപ്പൊ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് ചെയ്തത്. ആരായിട്ട്? ഷെയ്ഖ് അബ്ദുള്ളയും സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ഒരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി. ഹി ഡിമാൻഡഡ് കംപ്ലീറ്റ് ഓട്ടോണമി ഫോർ ജമ്മു കാശ്മീർ. ഷെയ്ഖ് അബ്ദുള്ള എന്ത് ഡിമാൻഡ് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ടുള്ള ഓട്ടോണമി വേണമെന്ന്, സ്വയംഭരണം വേണമെന്ന്, കാശ്മീരിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വയംഭരണം വേണമെന്ന് ഷെയ്ഖ് അബ്ദുള്ള ഡിമാൻഡ് ചെയ്തു. ഹി ഓപ്പൺലി ബിഗൻ ടു ഡിമാൻഡ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് കാശ്മീർ. ഓപ്പൺ ആയിട്ട് തന്നെ അദ്ദേഹം ഡിമാൻഡ് ചെയ്തു ഇൻഡിപെൻഡൻസ്, കാശ്മീരിന്റെ ഇൻഡിപെൻഡൻസ് വേണമെന്ന് അദ്ദേഹം ഡിമാൻഡ് ചെയ്തു. The central government was not ready to tolerate the sectarian feelings of Sheikh Abdullah. അദ്ദേഹത്തിന് ഈ ആവശ്യങ്ങളൊന്നും സെൻട്രൽ ഗവൺമെന്റ് ആവശ്യങ്ങളൊന്നും താല്പര്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അപ്പൊ എന്ത് ചെയ്തു? In 1953 he was dismissed and kept in the detention after several years. ഈ സെൻട്രൽ ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ ഈ ആവശ്യങ്ങളൊക്കെ ഇതിനോടും താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്യുകയും കുറെ കൊല്ലം വീട്ടു തടങ്കലില് വെക്കുകയും ചെയ്തു. During the period between 1953 and 1973, Congress party exercised considerable influence on politics of Jammu Kashmir. In 1953-ലും 73-ലൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ് ജമ്മു കാശ്മീരിന്റെ പൊളിറ്റിക്സിൽ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് ആരാണ്? കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് section, a national conference who left Sheikh Abdullah remained in power with the support of Congress party. നമ്മൾ പറഞ്ഞു നാഷണൽ കോൺഫറൻസ് പാർട്ടി ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് നാൾ മാറി നിന്നല്ലോ. അദ്ദേഹം മാറി നിന്നതിൽ കൂടിയിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവര് അധികാരത്തില് പിന്തുടർന്നിരുന്നു എന്നാണ് പറയുന്നത്. In February 1975, Sheikh Abdullah was once again elected as a chief minister of Jammu Kashmir. In 1975 ആയപ്പോഴേക്കും ഷെയ്ഖ് അബ്ദുള്ളനെ വീണ്ടും ചീഫ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. He revived national conference and his party got a majority in the assembly election of held in 1977. 1977-ലെ നാഷണൽ കോൺഫറൻസ് വളരെയധികം മെജോറിറ്റിയോട് കൂടിയിട്ട് അവര് വിജയിക്കുകയും ചെയ്തു. Sheikh Abdullah died in 1982. The leadership of party and the chief ministership were taken over by his son ഫറൂഖ് അബ്ദുള്ള. 1982-ല് ഷെയ്ഖ് അബ്ദുള്ള മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി ലീഡർഷിപ്പും ചീഫ് മിനിസ്റ്റർഷിപ്പും ഒക്കെ ആര് ടേക്ക് ഓവർ ചെയ്തു? അദ്ദേഹത്തിന്റെ മകനായ ഫറൂഖ് അബ്ദുള്ളക്ക് ടേക്ക് ഓവർ ചെയ്തു. In the mid-term of 1983, Farooq Abdullah retained the power with a considerable majority. അത് 1980 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഫറൂഖ് അബ്ദുള്ളയുടെ സാമാന്യം ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അദ്ദേഹം അധികാരത്തിലൊക്കെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് ഫറൂഖ് അബ്ദുള്ള, അദ്ദേഹത്തിന്റെ മകൻ ഫറൂഖ് അബ്ദുള്ള. Dismissal of Farooq government created widespread opposition and dissatisfaction among the people of Jammu Kashmir. നമ്മൾ പറഞ്ഞു ഫറൂഖ് അബ്ദുള്ള ഇതൊക്കെ വന്നു. പക്ഷേ ഒരു 1984 ഒക്കെ ആയപ്പോഴേക്കും ഈ നാഷണൽ കോൺഫറൻസിൽ പിളർപ്പൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഫറൂഖ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. ഈ ഫറൂഖ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടപ്പോ ജനങ്ങൾക്കിടയിൽ അവർക്കിടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാവുകയും എതിർപ്പൊക്കെ സൃഷ്ടിച്ചു. ജനങ്ങൾക്കിടയിൽ അതൊരു dissatisfaction ഒക്കെ ഉണ്ടായി. In 1986, National Conference made an alliance with the Congress, the ruling party at the center. 1986 ആയപ്പോഴേക്കും നാഷണൽ കോൺഫറൻസ് ആരായിട്ട് അലയൻസ് ഉണ്ടായി? അതായത് സെൻട്രൽ ഗവൺമെന്റ് കോൺഗ്രസ് ആയിരുന്നു റൂളിംഗ് പാർട്ടി, അവരായിട്ടൊരു അലയൻസ് ഉണ്ടായി 1986 ആയപ്പോഴേക്കും.
By this, the feeling of the Kashmir people that the center is intervening in the affairs of the state is strengthened. അപ്പൊ ഈ കാശ്മീർ പീപ്പിളില് എന്തായി ഈ അവരുടെ കാര്യങ്ങളില് സെന്റർ, അതായത് കേന്ദ്ര ഗവൺമെന്റ് വളരെയധികം അവര് ആ പറയില്ലേ, കൂടുതലായിട്ടും അവർ അല്ലെങ്കിൽ അവരെ ഇടപെടുകയെന്ന് പറയില്ല, അങ്ങനെ ആ ധാരണ കൂടുതലും ബലപ്പെടുകയാണ് ഉണ്ടായത്. കാശ്മീരിന്റെ കാര്യത്തില് സെൻട്രൽ ഗവൺമെന്റ് കൂടുതലും ഇടപെട്ടു എന്നുള്ള ചിന്ത അവരിൽ കൂടുതലായിട്ട് ബലപ്പെടുകയാണ് ഉണ്ടായത്. ഇതാണ് 1948 മുതലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ഓരോ ഗവൺമെന്റും ഫസ്റ്റ് ഷെയ്ഖ് അബ്ദുള്ള, പിന്നെ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ വന്നു, ആ കാര്യങ്ങളൊക്കെയാണ് ഇതില് പറയണത്. ഇൻസർജൻസി ആൻഡ് ടെററിസം, അത് കലാപവും ഭീകരവാദം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻസർജൻസി ആൻഡ് ടെററിസം എന്ന് പറഞ്ഞ. ഇൻ ദ അസംബ്ലി ഇലക്ഷൻ ഓഫ് 1987, ദ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അലയൻസ് ഒബ്റ്റെയിൻഡ് മാസീവ് വിക്ടറി. 1987 ഇലക്ഷനിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് അലയൻസ് വളരെയധികം എന്താ പറയാ വിജയം കരസ്ഥമാക്കി ആ ഇലക്ഷനിൽ. ഫറൂഖ് അബ്ദുള്ള ടു പവർ ആസ് എ ചീഫ് മിനിസ്റ്റർ. ഫറൂഖ് അബ്ദുള്ള വീണ്ടും ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് വരികയാണ് ഉണ്ടായത്. But it was widely believed that the election result was not the reflection of popular opinion because the entire election process was rigid. പക്ഷേ എന്താണ് ഇവര് വിജയം ഇതാക്കിയത് എന്താണ് അവര് പറയുന്നത്, ഇവർ ഫറൂഖ് അബ്ദുള്ള അധികാരത്തിൽ വന്നിരുന്നതിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടാണ് അവര് വിജയം നേടിയെന്നും, തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ ഒരു പോപ്പുലർ അവർക്കൊരു ഒരു ജനവികാരത്തിന് അവരുടെ ഒരു പ്രതിഫലനമല്ല, അല്ലെങ്കിൽ അവര് ജനങ്ങള് സപ്പോർട്ട് കൂടിയിട്ടല്ല അവര് ജയിച്ചത് എന്നൊക്കെയാണ് അവര് വിശ്വസിക്കപ്പെട്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം അവര് ജനങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടല്ല എന്ന് അവര് വിശ്വസിച്ചു. ദ റൂൾ ഓഫ് ഫറൂഖ് അബ്ദുള്ള വാസ് എ ടോട്ടൽ ഫെയിലിയർ. ഫറൂഖ് അബ്ദുള്ളയുടെ ഭരണം എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ട് ഒരു ഫെയിലിയർ ആയിരുന്നു. In 1989, Milton Group of began interference in the affair of the state. അത് 1989 ആയപ്പോൾ മിൽട്ടൺ, അതായത് തീവ്രവാദികള് പ്രസ്ഥാനങ്ങൾ കാശ്മീര് അതിന്റെ പിടിയിലാവാനായിട്ട് തുടങ്ങി. മിൽട്ടൺ ഓർഗനൈസേഷൻ ലൈക്ക് ഹിസ്ബുൾ മുജാഹിദീൻ ആൻഡ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഇൻഡൽജഡ് ഇൻ വൈഡ് സ്പ്രെഡ് വയലൻസ്. അതായത് ഈ മിൽട്ടൺ ഓർഗനൈസേഷൻ ലൈക്ക് ഹിസാബുൾ മുജാഹിദീൻ ആൻഡ് ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഇൻഡൽജഡ് വിത്ത് വൈഡ് സ്പ്രെഡ് വയലൻസ്. അതായത് ഈ നമ്മൾ പറഞ്ഞ തീവ്രവാദ സംഘടനകളെ പിടിയിലായി എന്ന് പറഞ്ഞല്ലോ കാശ്മീർ. അപ്പൊ ആ തീവ്രവാദ സംഘടനകളൊക്കെ ആയിരുന്നു ഇത് ഹിസ്ബുൾ മുജാഹിദീനും ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ഒക്കെ ആ സംഘടനയായിരുന്നു. അവര് കൂടുതലായിട്ടും വയലൻസ് ഒക്കെ അവര് വ്യാപകമായിട്ട് തുടങ്ങി. ആ വയലൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുകയാണ് ഉണ്ടായത്. കില്ലിംഗ്, kidnapping and bomb selling became a very common in Kashmir. ഇതൊക്കെ എന്താണ്, ഈ തീവ്രവാദ സംഘടനകൾ വന്നപ്പോ കില്ലിങ്ങും കിഡ്നാപ്പിങ്ങും ബോംബ് സെല്ലിങ്ങും ഒക്കെ അവിടെ വളരെ കോമൺ ആയിട്ട് തുടങ്ങി. ഈ സംഘടനകള് അക്രമങ്ങളൊക്കെ പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. brutally tortured the political opponents. Police station and other government offices were attacked. അതായത് പൊളിറ്റിക്കൽ അതായത് രാഷ്ട്രീയക്കാരെ തീവ്രവാദികൾ അവര് പൊളിറ്റിക്കൽ ഓപ്പോണൻസിനെയൊക്കെ അവർ ബ്രൂട്ടലി പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും ഗവൺമെന്റ് ഓഫീസൊക്കെ അവര് അറ്റാക്ക് ചെയ്തു. ഇൻ ഓർഡർ ടു സപ്രസ് ദ മിൽട്ടൺ, പ്രൈം മിനിസ്റ്റർ VP Singh dismissed ഫറൂഖ് അബ്ദുള്ള ഗവൺമെന്റ് ആൻഡ് ഇമ്പോസ്ഡ് പ്രസിഡന്റ് റൂൾ ഇൻ കാശ്മീർ. ഇങ്ങനെ അവരെ അക്രമങ്ങളൊക്കെ കൂടുതലായപ്പോ എന്ത് ചെയ്തു, അവരെ സപ്രസ് ചെയ്യാനായിട്ട് പ്രൈം മിനിസ്റ്റർ VP Singh എന്ത് ചെയ്തു, ഫറൂഖ് ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യുകയും അവിടെ പ്രസിഡന്റ് റൂള് കൊണ്ടുവരികയാണ് കാശ്മീരിൽ ചെയ്തത്. ഫോർ എ വെരി ലോങ് പീരീഡ് ജമ്മു കാശ്മീർ വാസ് അണ്ടർ ദ പ്രസിഡന്റ് റൂൾ ആൻഡ് ഓൾസോ അണ്ടർ ദ കൺട്രോൾ ഓഫ് ആർമഡ് ഫോഴ്സ്. കുറെ നാളായിട്ട് ജമ്മു കാശ്മീർ ആരുടെ റൂളിലായിരുന്നു, പ്രസിഡന്റിന്റെ റൂളും അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സിന്റെ കൺട്രോളിലായിരുന്നു ജമ്മു കാശ്മീർ ഉണ്ടായിരുന്നത്. Terrorist activities and violent agitation were continuously occurring in Jammu Kashmir. ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസും വയലന്റ് അജിറ്റേഷനും ഒക്കെ ജമ്മു കാശ്മീരിൽ വീണ്ടും, അതായത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അവിടെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ
പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഉണ്ടായത്. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് പാകിസ്ഥാൻ ബിഗൻ ടു ഒക്കർ ഈവൻ ഔട്ട്സൈഡ് ദ ജമ്മു കാശ്മീർ. പാകിസ്ഥാന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ജമ്മു കാശ്മീരിന്റെ പുറത്തും ഇവർ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി കൊണ്ടുവരികയാണ് ഉണ്ടായത്. അവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നതിൽ കൂടി ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് റൂൾ വന്നാലും ആർമഡ് ഫോഴ്സിന്റെ കൺട്രോൾ ആയാലും ഒക്കെ ജമ്മു കാശ്മീരിൽ എന്താണ് ഈ വയലൻസ് ആക്ടിവിറ്റികളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത്. ഇനി അസംബ്ലി ഇലക്ഷൻ വാസ് ഹെൽഡ് ഇൻ 1996. അവിടെ അസംബ്ലി ഇലക്ഷൻ എന്ന് നടന്നു? 1996 അവിടെ അസംബ്ലി ഇലക്ഷൻ നടന്നു. Under the leadership of Farooq Abdullah returned to power with the demand for more regional autonomy for Jammu Kashmir. ഈ ഇലക്ഷൻ നടന്നപ്പോ എന്താണ് ഫാറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് വീണ്ടും അധികാരത്തിൽ വരാനായിട്ട് അവർ എന്ത് ഡിമാൻഡ് ചെയ്തു? റീജിയണൽ ഓട്ടോണമി, ജമ്മു കാശ്മീരിന്റെ റീജിയണൽ ഓട്ടോണമി ഡിമാൻഡ് ചെയ്തു. അങ്ങനെ വീണ്ടും അവര് അധികാരത്തിൽ വരാനായിട്ട് തെരഞ്ഞെടുപ്പില് വരാനായിട്ട് വന്നു, അധികാരത്തില് തിരിച്ചെത്തി. പക്ഷെ ഇൻ ദിസ് ഇലക്ഷൻ ദ നാഷണൽ കോൺഫറൻസ് വാസ് ഡിഫീറ്റഡ്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷനിൽ അവർ വന്നിരുന്നെങ്കിൽ കൂടി ഇത് ഓട്ടോണമി, അന്ന് ജമ്മു കാശ്മീരിന്റെ ഓട്ടോണമി വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടിയിട്ട് ഈ ഇലക്ഷനിൽ നാഷണൽ കോൺഫറൻസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. It was replaced by the People Democratic Party and Congress coalition ഗവൺമെന്റ്. അവിടെ ആരെ റീപ്ലേസ് ചെയ്ത്? അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയും കോൺഗ്രസ് കോalition ഗവൺമെന്റ്, കോൺഗ്രസ് കൂട്ടുകക്ഷി ഗവൺമെന്റുമാണ് അവിടെ അധികാരം ഏൽക്കുകയും ചെയ്തത്. ആണ് നമ്മള് സെപ്പറേറ്റ് ഇൻസർജൻസി ആൻഡ് ടെററിസത്തിൽ പറഞ്ഞത്. ഇനി സെപ്പറേഷൻ ആൻഡ് ബിയോണ്ട്. Separatist political which emerged in Kashmir from 1989 onwards began to take a different forms. 1989 മുതൽ കാശ്മീരിൽ ഉയർന്നു വന്ന ഒരു എന്താ പറയാ വിഭാഗീയ രാഷ്ട്രീയം എന്നൊക്കെ സെപ്പറേറ്റ് വിഭാഗം, നമ്മൾ വിഭാഗം സെപ്പറേഷൻ എന്ന് പറയുന്ന വിഭാഗം ഈ രാഷ്ട്രീയം പല രൂപങ്ങളൊക്കെ കൈക്കൊണ്ട് വന്നു. അങ്ങനെ വന്നപ്പോ അവരെന്താണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഉണ്ടായത്. അങ്ങനെ മൂന്ന് അഭിപ്രായങ്ങളാണ് അവിടെ ഒരു 3 ഗ്രൂപ്പുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സെപ്പറേറ്റിസ്റ്റ് വാണ്ടഡ് ടു എസ്റ്റാബ്ലിഷ് എ സെപ്പറേറ്റ് കാശ്മീർ നേഷൻ. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാശ്മീർ സെപ്പറേറ്റ് സ്റ്റേഷൻ, അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാശ്മീർ രാജ്യം നേഷൻ വേണമെന്ന് അവര് ആവശ്യപ്പെട്ടു. അനദർ ഗ്രൂപ്പ് വാണ്ട് ടു കാശ്മീർ ടു മെർജ് വിത്ത് പാകിസ്ഥാൻ. മറ്റൊരു ഗ്രൂപ്പ് എന്താ ആവശ്യപ്പെട്ടത്? കാശ്മീരിനെ പാകിസ്ഥാനോട് മെർജ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. The third group wanted to retain Kashmir within Indian Union with the greater autonomy. മൂന്നാമത്തെ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് എന്താണ്? കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത് അതായത് സ്വയം ഭരണാധികാരത്തോട് കൂടിയിട്ട് നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാനാണ് മൂന്നാമത്തെ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത്. ഇതാണ് 3 ഗ്രൂപ്പുകൾ പറയുന്നത്. Despite that threat of terrorist organization, election were being conducted periodically without much casualties. അതായത് കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവിടുത്തെ ഇലക്ഷനൊക്കെ എന്താ പറയുന്നത്, ഒരു അത്യാഹിത വിഭാഗം, അതായത് ഒരു അങ്ങനെ അത്യാഹിത കാഷ്വാലിറ്റി നമ്മൾ എന്താ പറയാ, അർത്ഥം വെച്ച് പറയുമ്പോൾ അത്യാഹിത വിഭാഗം എന്നൊക്കെ അത്യാഹിതങ്ങളൊന്നും ഇല്ലാതെ ആയിരുന്നു എന്ത് അവിടുത്തെ ഇലക്ഷനൊക്കെ നടന്നിരുന്നത്. The people of Kashmir rejected the boycott calls made by Hurriyat leaders in the election of 2014. അതായത് ഈ ഹുരിയത്ത് ലീഡേഴ്സ് ഈ 2014 ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷെ ജനങ്ങൾ അത് തള്ളിക്കളയാണ് ചെയ്തത്. അവരുടെ അഭിപ്രായം സ്വീകരിച്ചില്ല. ആഫ്റ്റർ ദ ഇലക്ഷൻ BJP government was formed with the മഫ്തി മുഹമ്മദ് സയ്യിദ് ആസ് എ ചീഫ് മിനിസ്റ്റർ. ഇലക്ഷന് ശേഷം എന്താണ് മഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നേതൃത്വത്തിൽ BJPയുമായി ചേർന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുകയാണ് ഉണ്ടായത്. 2014 ഇലക്ഷന് ശേഷം എന്താണ് അവിടെ ആര് വന്നു? BJP ഗവൺമെന്റിനോട് കൂടി ചേർന്നിട്ട് മഫ്തി മുഹമ്മദ് അവിടെ ചീഫ് മിനിസ്റ്റർ ആയി.
After his death, his daughter Mehbooba Mufti Saeed took as the first woman chief minister of Jammu Kashmir. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകളായിരുന്ന മെഹബൂബ മഫ്തി സയീദ് അവിടുത്തെ കാശ്മീരിലെ ഫസ്റ്റ് വുമൺ ചീഫ് മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ നമ്മൾ പറഞ്ഞു ആരെ സപ്പോർട്ടോട് കൂടി ചേർന്നിട്ടാണ് BJP സപ്പോർട്ടോട് ചേർന്നിട്ടാണ് PDP ഗവൺമെന്റ് വന്നത്. But she was forced to resign when BJP withdrew its support to her government. BJP withdraw ചെയ്തപ്പോ മെഹബൂബ മഫ്തി സയീദിന് എന്ത് ചെയ്യേണ്ടി വന്നു? റിസൈൻ ചെയ്യേണ്ടി വന്നു. മെഹബൂബ മഫ്തി സയീദിന്റെ പിക്ചറാണ് അത്. ഇത്ര നാൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്. കൂടുതലായിട്ടും കാശ്മീരിലും ആ പ്രശ്നങ്ങളെയാണ് പറഞ്ഞത്. ഈ ദ്രവിഡിയൻ മൂവ്മെന്റ് അതിപ്പോ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം എന്താണ് സൗത്ത് ഇന്ത്യയിലെ പ്രശ്നമാണ് ഇത് ദ്രവിഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനം എന്നൊക്കെ പറയണത്. സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ് ദ്രാവിഡ പ്രസ്ഥാനം. വൺ ഓഫ് ദ ഏർലിയർ റീജിയണൽ മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ ആദ്യ കാലങ്ങളിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്, പ്രാദേശിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഏത്? ഈ ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറയുന്നത്. Some section of the people in the movement wanted to establish Dravidian state. They did not take up arms. അതായത് ഈ ദ്രവിഡിയൻ സ്റ്റേറ്റ് വേണമെന്ന് അവര് ആവശ്യപ്പെട്ടുകൊണ്ട് മൂവ്മെന്റ്സ് ഒക്കെ നടത്തിയിരുന്നത്. പക്ഷെ അവരെന്ത് ആയുധങ്ങൾ അല്ലെങ്കിൽ ആയുധപരമായിട്ടിരുന്നില്ല. അവർ സമാധാനപരമായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു ഇവര് നടത്തിയിരുന്നത്. They adopt democratic means such as public debates and electoral platform to achieve their end. അതായത് ഈ പബ്ലിക് ഡിബേറ്റ്സിലൂടെയും ഇലക്ട്രൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ജനാധിപത്യപരമായിട്ടുള്ള ഒരു മാർഗങ്ങളായിരുന്നു ആര് തെരഞ്ഞെടുത്തിരുന്നത്? ഈ ദ്രവിഡിയൻ മൂവ്മെന്റിന്റെ ഇത് തെരഞ്ഞെടുത്തിരുന്നത്. This strategy was successfully. It helped to movement to acquire political power in the state and to become influential at the national level. ഇവർ ഈ സ്ട്രാറ്റജി തെരഞ്ഞെടുത്തു. ഡെമോക്രാറ്റിക് പരമായിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് എന്ത് ഇവർ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു. ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് അതായത് നാഷണൽ ലെവലിലും പൊളിറ്റിക്കൽ പവറിലൊക്കെ കൂടുതലും ഇത് ഉയരാനായിട്ട് അല്ലെങ്കിൽ സ്വാധീനം പിടിച്ചു പറ്റാനൊക്കെ ഈ ദ്രാവിഡ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. The founder of Dravidian movement was E.V. Ramasamy Naicker, a Tamil social reformer and leader of the anti-Brahmin movement. ഇത് ചിലപ്പോ ഇമ്പോർട്ടന്റ് ആയിരിക്കും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളോ. ദ്രവിഡിയൻ മൂവ്മെന്റ് ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? E.V. രാമസ്വാമി നായ്ക്കർ ആണ്. അദ്ദേഹം ഒരു തമിഴ് സോഷ്യൽ റീഫോമർ ആണ്. കൂടാതെ ആന്റി ബ്രാഹ്മിൻ മൂവ്മെന്റ് ലീഡറും കൂടിയാണ്. ആര്? E.V. രാമസ്വാമി നായ്ക്കർ. Ramasamy Naicker, who was popularly known as Periyar, was the president of Justice Party. രാമസ്വാമി നായ്ക്കർ എന്തും കൂടി പറഞ്ഞിരുന്നു? അദ്ദേഹത്തിനെ പെരിയാർ എന്നും വിളിച്ചിരുന്നു. അദ്ദേഹം ജസ്റ്റിസ് പാർട്ടിയുടെ പ്രസിഡന്റും കൂടി ആയിരുന്നു. In 1944, Ramasamy Naicker and C.N. Annadurai together formed the ഓർഗനൈസേഷൻ ദ്രാവിഡ കഴകം. ഈ രാമസ്വാമി നായകരും C.N. അണ്ണാദുരയും ചേർന്നിട്ട് ഒരു സംഘടന കൊണ്ടുവന്നു. അതാണ് ഇത് ദ്രാവിഡ കഴകം. In 1949 there was split in ദ്രാവിഡ കഴകം. 1949 ആയപ്പോഴേക്കും അത് സ്പ്ലിറ്റ് ആവുകയാണ് ഉണ്ടായത്. ദ്രാവിഡ മുന്നേറ്റ കഴകം വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് C.A. അണ്ണാദുരൈ. C.A. അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഓർഗനൈസേഷൻ വന്നു. ഏത്? ദ്രാവിഡ മുന്നേറ്റ കഴകം. DMK ഫോളോഡ് ദ പൊളിറ്റിക്കൽ ലെഗസി ഓഫ് ദ്രവിഡിയൻ മൂവ്മെന്റ്. ഈ ദ്രവിഡിയൻ മൂവ്മെന്റിന്റെ പൊളിറ്റിക്കൽ ലെഗസി അവര് നമ്മളിപ്പോ പറയില്ല പാരമ്പര്യമൊക്കെ അത് അവര് ഫോളോ ചെയ്തിരുന്നു. മറ്റേ ദ്രാവിഡ കഴകം, ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകം. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടാ. ചിലപ്പോ അത് കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ദ്രാവിഡ കഴകവും ദ്രാവിഡ മുന്നേറ്റ കഴകവും. ദ്രാവിഡ മുന്നേറ്റ കഴകം വേർ ആന്റി ബ്രാഹ്മിൻ, ആന്റി നോർത്ത് ഇന്ത്യൻ ആൻഡ് ആന്റി ഹിന്ദി മൂവ്മെന്റ്. ഇതൊക്കെ എന്തിനാണ്? ഈ ദ്രാവിഡ കഴകവും ഈ സംഘടനകളൊക്കെ എന്തിന്റെ ആന്റി ബ്രാഹ്മിനും ആന്റി നോർത്ത് ഇന്ത്യൻ ആന്റി ഹിന്ദി മൂവ്മെന്റിന്റെ ഒക്കെ ഇതായിട്ടാണ് ഏത് വന്നത്? ഈ സംഘടന ദ്രാവിഡ കഴകവും ദ്രാവിഡ മുന്നേറ്റ കഴകമൊക്കെ വന്നത്. ദിസ് മൂവ്മെന്റ് വാസ് ടോട്ടലി ഓപ്പോസിറ്റ് ടു ബ്രാഹ്മിൻ ഡോമിനേഷൻ. ഈ മൂവ്മെന്റ്സിനൊക്കെ ഏതൊരു ബ്രാഹ്മിൻ ഡോമിനേഷന് അവര് ഓപ്പോസ് ചെയ്യുകയാണ് ഉണ്ടായത്.
It severely criticized the cultural, economic, and political domination of North India and upheld the pride of South India, especially of the Dravidian. അതായത് നമ്മുടെ കൾച്ചറലും എക്കണോമിക്കലും പൊളിറ്റിക്കലും ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യയുടെ ഡോമിനേഷൻ, സൗത്ത് ഇന്ത്യയുടെ മേലുള്ള ഒരു നോർത്ത് ഇന്ത്യയുടെ ഡോമിനേഷനെ അവര് അവര് അതിനത് എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. അവരൊരു ഡോമിനേഷൻ ഈ അവരൊരു മേധാവിത്വം അതിനെ കുറിച്ച് അവര് വിമർശിക്കുകയും ദ്രാവിഡന്മാരുടെ ഒരു ആത്മാഭിമാനം ഉയർത്തിപ്പെടുത്തുകയായിരുന്നു ആര് ചെയ്തിരുന്നത്? ഈ ദ്രവിഡിയൻ മൂവ്മെന്റ് ചെയ്തിരുന്നത്. Dravidian movement adopt strong measures against the establishment of Hindi imperialism in South India. അതായത് ഹിന്ദി സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദ്രാവിഡ പ്രസ്ഥാനം അതിനെ ഓപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. സൗത്ത് ഇന്ത്യയില് എന്താണ് ഈ ഹിന്ദി ഇമ്പീരിയലിസം വ്യാപിപ്പിക്കുന്ന ഈ ദ്രാവിഡ് മൂവ്മെന്റ് അതിനെ അഗെയിൻസ്റ്റ് ചെയ്ത് അതിന് സ്ട്രോങ് മെഷേഴ്സ് ഒക്കെ അവര് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. The agitation made by Naicker and DMK against the imposition of Hindi really shook the country. അതായത് ഈ അജിറ്റേഷൻ നായ്ക്കറും DMK ഒക്കെ എന്താണ് ഹിന്ദി ഇമ്പീരിയലിസത്തിനെ തടയാനായിട്ട് കൊണ്ടുവന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കൺട്രി ഷോക്ക് ചെയ്തൊന്ന് പിടിച്ച് കുലുക്കുക എന്നാണ് പറയുന്നത് ഈ ഇവരെ പ്രവർത്തനങ്ങളൊക്കെ. ഇനി പറയുന്നത് അതിന്റെ ഈ ദ്രാവിഡ മൂവ്മെന്റ് എയിം എന്താണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. എന്തായിരുന്നു ഇവിടെ എയിം? The ultimate aim of the Dravidian movement was the creation of an independent South Indian state called Dravida Nadu or Dravidistan, compressing Tamil Nadu, Andhra Pradesh, Karnataka, Kerala. അതായത് നമ്മൾ സൗത്ത് ഇന്ത്യൻ അതായത് ഈ തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ അവർക്ക് പ്രത്യേകം സ്വതന്ത്രമായിട്ടുള്ള ഒരു ദക്ഷിണേന്ത്യൻ രാഷ്ട്രം വേണമെന്ന്, അതായത് ഒരു ദ്രാവിഡ നാടോ അല്ലെങ്കിൽ ദ്രാവിഡിസ്ഥാൻ എന്നൊരു രൂപീകരിക്കണമെന്നായിരുന്നു ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ എയിം എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് ഡിഡ് നോട്ട് ഗെറ്റ് ദ സപ്പോർട്ട് ഓഫ് അതർ സ്റ്റേറ്റ്. മറ്റ് സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഒന്നും ഇതിന് കിട്ടിയിരുന്നില്ല. നാച്ചുറലി ദ ദ്രവിഡിയൻ മൂവ്മെന്റ് വാസ് കൺഫൈൻഡ് ഇൻ തമിഴ്നാട്. അത് തമിഴ്നാട്ടിൽ മാത്രമായിട്ട് മാറുകയാണ് ഈ ദ്രവിഡിയൻ മൂവ്മെന്റ് ഉണ്ടായത്. In 1953-54, DMK entered politics with 3 notable agitation. 3 അജിറ്റേഷനിലൂടെയാണ് DMK, അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്ത് പ്രവേശിച്ചത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് അജിറ്റേഷൻ വാസ് ഫോർ ദ റീസ്റ്റോറേഷൻ ഓഫ് ദ ഒറിജിനൽ നെയിം ഓഫ് കല്ലുക്കുടി റെയിൽവേ സ്റ്റേഷൻ. ഇറ്റ് had been renamed ദലൈമപുരം ആഫ്റ്റർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഹൗസ് ഓഫ് നോർത്ത് ഇന്ത്യ. അതായത് ഈ കല്ലുക്കുടി റെയിൽവേ സ്റ്റേഷനെ അവരെന്താണ് അതിന്റെ പേര് മാറ്റണമെന്ന്, ഒറിജിനൽ പേര് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ ഫസ്റ്റ് ഒരു അജിറ്റേഷൻ ആയിരുന്നു അത്. അതായത് ഈ ഉത്തരേന്ത്യയിലെ ഒരു വ്യവസായ കുടുംബത്തിന്റെ സ്മരണാർത്ഥം അതിനെ മാറ്റി ദലൈമപുരം എന്നാക്കി മാറ്റി. അത് പറ്റില്ല, അവര് കല്ലുക്കുടി റെയിൽവേ എന്ന നെയിം തന്നെ, പണ്ടത്തെ നെയിം തന്നെ വേണമെന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരെ ഫസ്റ്റ് അജിറ്റേഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് the second agitation was for giving greater importance to Tamil culture in history in the school curriculum. നമ്മുടെ സെക്കൻഡ് അജിറ്റേഷൻ പറയുന്ന അവർക്ക് തമിഴ് കൾച്ചർ സ്കൂൾ കരിക്കുലത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ പാഠ്യപദ്ധതിയിൽ തമിഴ് സംസ്കാരവും അതിന്റെ ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രണ്ടാമത്തെ പ്രക്ഷോഭം ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ മൂവ്മെന്റ് അതായിരുന്നു. Against the craft education scheme of the state government, DMK alleged that it was closely connected with the Brahmin social outlook. അതായത് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൽ ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് എന്തായിരുന്നു? അതൊരു ബ്രാഹ്മിൻ ഡോമിനൻസ് ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ അത് അവരോടുമായിട്ടുള്ള ഒരു കണക്ട് ആയിട്ടായിരുന്നു ഇവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ക്രാഫ്റ്റ് എഡ്യൂക്കേഷനെ അവര് എന്താ പറയാ അതിനെതിരായിട്ടായിരുന്നു ഈ ദ്രവിഡിയൻ മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അവർക്ക് അതിനോട് ക്രാഫ്റ്റ് എഡ്യൂക്കേഷനോട് തീരെ സപ്പോർട്ട് ആയിരുന്നില്ല. ഇനി നെക്സ്റ്റ് ആണ് ഹിന്ദി അജിറ്റേഷൻ. The most important incident which
which increased the popular support and reputation of DMK was the anti-Hindi agitation of 1965. ഈ 1965 ഹിന്ദി അജിറ്റേഷൻ ആണ് എന്ത് ഈ DMKയുടെ അവരുടെ കൂടുതലായിട്ടുള്ള പോപ്പുലർ സപ്പോർട്ടും അവർക്ക് ഒരു അവരെ ഇതിൽ തന്നെ അവരെ പ്രാധാന്യം ഈ പ്രക്ഷോഭമാണ് എന്ത് അവർക്ക് കൂടുതൽ ജനറൽ പിന്തുണയും അവരുടെ റെപ്യൂട്ടേഷൻ തന്നെ മാറ്റി മറിച്ചിട്ടായിരുന്നു ഏത് ഈ ഹിന്ദി അജിറ്റേഷൻ എന്ന് പറയുന്നത്. The agitation led by DMK against the imposition of Hindi as the official language was grand success. അതായത് ഹിന്ദിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെതിരെ അവര് ഒരു അജിറ്റേഷൻ തുടങ്ങി അത് വളരെയധികം സക്സസ് ആവുകയും ചെയ്തു. ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നതിനെ അവര് അതിനെ എതിർക്കുകയും അത് സക്സസ് ആവുകയാണ് ഉണ്ടായത്. This agitation and other political agitation helped to DMK to get a massive victory in the അസംബ്ലി ഇലക്ഷൻ 1967. ഈ പൊളിറ്റിക്കൽ അജിറ്റേഷൻ അതായത് ഈ അജിറ്റേഷൻസ് ഒക്കെ എന്താണ് 1967 ഇലക്ഷനില് നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് വമ്പിച്ച വിജയം കരസ്ഥമാക്കാനായിട്ട് ഈ പ്രക്ഷോഭങ്ങളൊക്കെ എന്ത് പാർട്ടിയെ സഹായിച്ചു. ഇത് വളരെയധികം ഹെൽപ്പാണ് എന്ത് ചെയ്തത് ഈ അജിറ്റേഷൻസ് ഒക്കെ ഈ DMKക്ക് അസംബ്ലിയിൽ വിജയം കൈവരിക്കാനായിട്ട് വളരെയധികം ഉപകാരപ്രദമായി. The Congress party was miserably defeated. ഈ ഇലക്ഷനിൽ എന്താണ് കോൺഗ്രസ് പാർട്ടി ഡിഫീറ്റ് അവര് തോൽക്കുകയാണ് ഉണ്ടായത്. ഔട്ട് ഓഫ് ദ ടോട്ടൽ 234 സീറ്റ് DMK got 138 സീറ്റ്സ്. ഈ 234 സീറ്റില് DMK 138 സീറ്റോട് അവര് അതിൽ 38 സീറ്റ് മേടിച്ച് വിജയിക്കുകയാണ് ഉണ്ടായത്. C. Annadurai became the chief minister. Even though the party split after the death of Annadurai, the influence of the Dravidian party in Tamil politics is increasing. CN Annadurai ചീഫ് മിനിസ്റ്റർ ആവുകയും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ പാർട്ടി സ്പ്ലിറ്റ് ആവുകയാണ് ഉണ്ടായത്. ആ മരണശേഷം പാർട്ടി പിളർന്നെങ്കിലും എന്താണ് തമിഴ് പൊളിറ്റിക്സില് എന്താണ് ഈ കക്ഷികളുടെ ഒക്കെ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് എന്താണ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പാർട്ടി പിളർന്ന് അണ്ണാദുരൈ മരണശേഷം പാർട്ടി പിളർന്നാലും ഈ തമിഴ് പൊളിറ്റിക്സിൽ ദ്രവിഡിയൻ പാർട്ടീസിന്റെ ഇൻഫ്ലുവൻസ് നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. The DMK split in 1972. M.G. Ramachandran, a prominent leader of the party, formed another party called All India Anna Dravida Munneta Kazhagam. ഈ M.G. രാമചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിം ആക്ടർ ആയിട്ട് MGR എന്നൊക്കെ കേട്ടിട്ടില്ലേ, അദ്ദേഹമാണ് ഈ M.G. രാമചന്ദ്രൻ എന്ന് പറയുന്നത്. ഈ DMK സ്പ്ലിറ്റ് ആയതിനു ശേഷം 1972 MGRന്റെ നേതൃത്വത്തില് ഒരു പാർട്ടി ഫോം ചെയ്യുകയും അതിനെന്ത് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് ഈ പാർട്ടിനെ അറിയപ്പെട്ടിരുന്നത്. ബോത്ത് പാർട്ടീസ് ക്ലെയിംഡ് ദ്രാവിഡിയൻ ലെഗസി. ഈ രണ്ട് പാർട്ടികളും എന്താണ് ദ്രാവിഡിയൻ ലെഗസി അവര് അവിടെ ക്ലെയിം അതായത് അവര് പൈതൃകം അവകാശപ്പെട്ടിരുന്നു. ദ്രാവിഡിയൻ ലെഗസി അവരെ അവകാശപ്പെട്ടിരുന്നു. For several, these two Dravidian parties are dominating തമിഴ്നാട് പൊളിറ്റിക്സ്. ഈ തമിഴ്നാട് പൊളിറ്റിക്സിൽ ഈ രണ്ട് പാർട്ടികളാണ് ഇത് കാലങ്ങളായിട്ട് ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. From 1996 onwards, one of these parties has been a part of the coalition ministry at the center. പിൽക്കാലത്ത് എന്താണ് 1966 കൂടിയിട്ട് ഇവയിൽ ഏതെങ്കിലും ഒരു പാർട്ടി കേന്ദ്രത്തിലെ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ഭാഗമാണ്. അതായത് ഈ രണ്ട് പാർട്ടി നമ്മൾ പറഞ്ഞില്ലേ, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകവും മറ്റേ ദ്രാവിഡ മുന്നേറ്റ കഴകവും, ഈ രണ്ട് പാർട്ടികള് നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു കോalition മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് മാറിയത്. ഇതാണ് ഏത് ദ്രവിഡിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചിലപ്പോ ദ്രാവിഡ പ്രസ്ഥാനമൊക്കെ ചോദിക്കൂട്ടോ, അത് ചിലപ്പോ ഈ കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക്. ദ്രാവിഡ കഴകം, ദ്രാവിഡ മുന്നേറ്റ കഴകം, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, ഇതാണ് 3 പാർട്ടികള്. ഇനി നെക്സ്റ്റ് ദ്രവിഡിയൻ മൂവ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. നമ്മൾ പറഞ്ഞു ദ്രാവിഡ കഴകം ആരാണ്? EV രാമസ്വാമി നായർ 44. നെക്സ്റ്റ് പറയുന്നത് ആരുടെ നേതൃത്വത്തിൽ? 1949 CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിലാണ് ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകം. മറ്റേ ദ്രാവിഡ കഴകം, ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകം 1949. നെക്സ്റ്റ് ദ്രാവിഡ മുന്നേറ്റ കഴകം ആര്? M.G. രാമചന്ദ്രൻ MGR.
അത് ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം 1972. നെക്സ്റ്റ് പറയുന്നത് അതായത് ഡോക്ടർ രാമദാസ് എന്നാണ് ഇതില് പ്രൊണൗൺസിയേഷൻ. രാമദോസ് വരുമ്പോ ഡോക്ടർ രാമദാസിന്റെ നേതൃത്വത്തിലാണ് ഇത് പട്ടാളി മക്കൾ കക്ഷി യോഗം വന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകം ഗോപാലസ്വാമി, അദ്ദേഹത്തിന് വൈക്കോ എന്നും അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട്. അതാണ് ബ്രാക്കറ്റില്. മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം 1994 അത് വന്നത്. നെക്സ്റ്റ് ആണ് ഏത് മുർപോക്ക് ദ്രാവിഡ കഴകം. വിജയകാന്തും ഫിലിം ആക്ടർ ആണ്. 2005 ഏത് ഈ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം ഫൗണ്ട് ആയത്. ഇതാണ് ഏത് ദ്രാവിഡ പ്രസ്ഥാനം അല്ലെങ്കിൽ ദ്രവിഡിയൻ മൂവ്മെന്റ്. മനസ്സിലായില്ലേ?